ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. ഇനി ഉടനെ വരാൻ സാധ്യതയുള്ള ഒരു എക്സാമിനേഷനാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നത് 2016 2016 ഡിസംബറിലായിരുന്നു. അതായത് ഒരു 10 വർഷം മുമ്പാണ് നോട്ടിഫിക്കേഷൻ വന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി. അതിൻ്റെ എക്സാമിനേഷൻ നടന്നത് 2017 ഫെബ്രുവരി. അതായത് ഒരു വർഷം ഉണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവർക്ക് പഠിക്കാനായിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനേഷൻ നടന്നിട്ട് ഏകദേശം 10 വർഷമാകുന്നു. ഇപ്പോൾ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൈപ്രോ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഒന്ന് ക്വാളിഫിക്കേഷൻ വരേണ്ടത് MSc മൈക്രോബയോളജി, അതുപോലെ തന്നെ നെറ്റ്. നെറ്റ് ഇപ്പോൾ നമുക്ക് UGC നെറ്റോ വേറെ പല ഏജൻസി നടത്തുന്ന നെറ്റ് എക്സാമിനേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ PSC അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ MSc മൈക്രോബയോളജി അതുപോലെ തന്നെ നെറ്റ് വേണം. അല്ലെങ്കിൽ MSc മൈക്രോബയോളജി അതുപോലെ തന്നെ PhD ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾക്കറിയാം പണ്ട് വന്നേക്കുന്ന എന്നാണ് 2016 ഡിസംബറിലാണ് നേരത്തെ എക്സാമിനേഷൻ വന്നതും. അപ്പോൾ നമുക്കറിയാം 10 വർഷമായി ഈ ഒരു എക്സാമിനേഷൻ വിളിച്ചിട്ട്, അല്ലേ? അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എല്ലാം ആ ഒരു ഗ്യാപ്പാണ് എപ്പോഴും വരുന്നത് മിക്കവാറും. അപ്പോൾ ആദ്യത്തെ എക്സാമിനേഷൻ വിളിച്ചത് 2008 അത് കഴിഞ്ഞ ശേഷം 2016 വിളിച്ചു. അപ്പോൾ നമുക്ക് ഇനി 2026 പകുതിയായി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2026 2027 നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനും എക്സാമിനേഷൻ നടക്കാനുമുള്ള ഒരു ചാൻസ് ഉണ്ട് MSc മൈക്രോബയോളജിക്കാർക്ക്. അതായത് നെറ്റും വേണം, അല്ലേ? അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണല്ലോ. നമുക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ചിലവർക്ക് ജോലി ചെയ്യാൻ ഒരു ഓഫീസ് വർക്ക് പോലെയുള്ളതായിരിക്കും. ചിലവർക്ക് ടീച്ചിങ് പാഷനായിട്ടുള്ളവർക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകണം, നെറ്റ് ഓൾറെഡി ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇനി PhD ഉള്ളവർ, നെറ്റും PhD ഉള്ളവർ, പല കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങാം. അതുപോലെ തന്നെ മിക്കവരും പല കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലേ? അപ്പോൾ ചിലപ്പോൾ എല്ലാവരും അവരുടെ ഒരു ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിരിക്കും അവർ കവർ ചെയ്ത് പോകുന്നത് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ ജോയിൻ ചെയ്ത് നേരത്തെ പഠിക്കാം. അപ്പോൾ സൈപ്രോ ഒരുക്കുന്നത് 1 ഇയർ കോഴ്സാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി 1 ഇയർ കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് പതുക്കെ പഠിച്ച് നമുക്ക് കുറേ ഉണ്ട്. സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വാസ്റ്റാണ്. അപ്പോൾ മൈക്രോബയോളജിയുടെ 10 വർഷം മുമ്പുള്ള സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ചെറുതായിരുന്നു. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കും കുറച്ചുണ്ടായിരുന്നു, ജനറൽ നോളേജ്. അപ്പോൾ ഇനി നമുക്ക് വരുമ്പോഴത്തേക്കും ജനറൽ നോളേജ് ഉണ്ടാവില്ല. അതായത് ആ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് കഴിഞ്ഞ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജിയുടെ എക്സാമിനേഷൻ നമുക്കൊരു 2022 2023 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ബയോടെക്നോളജിയുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ സിലബസ് ഒത്തിരി ഡീപ്പായിട്ടുള്ള സിലബസാണ് വന്നത്. അതുപോലെ തന്നെ മൈക്രോബയോളജിയുടെയും വരുമ്പോഴത്തേക്കും നല്ല വലിയ സിലബസ് ആയിരിക്കും. നിങ്ങൾ MScക്ക് പഠിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? മൈക്രോബയോളജി മാത്രമല്ലല്ലോ. 2016 നമ്മുടെ മൈക്രോബയോളജി സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി സിലബസ് കുറച്ച് ചെറിയ ഒരു സിലബസ് ആയിരുന്നു. അതിൽ കുറച്ച് മാർക്ക് ജനറൽ നോളജും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരുമ്പോഴത്തേക്കും ജനറൽ നോളേജ് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2022 2023 സമയങ്ങളിൽ നമ്മുടെ ബയോടെക്നോളജിയുടെ നടത്തിയിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി. അപ്പോൾ നമ്മുടെ ജനറൽ നോളജ് എന്നുള്ള പോർഷൻ അതിൽ നിന്ന് മാറ്റി നമ്മുടെ കോർ സബ്ജക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ മോഡ്യൂൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചാലും തീരാത്തത്ര കുറേ മോഡ്യൂൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജി, പിന്നെ നമ്മുടെ ഇമ്മ്യൂണോളജി, ഫുഡ് മൈക്രോബയോളജി, വൈറോളജി, പാരസൈറ്റോളജി, മൈക്കോളജി, പിന്നെ മെഡിക്കൽ മൈക്രോബയോളജി, അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ബയോടെക്നോളജി പഠിക്കേണ്ടി വരും. നമ്മുടെ സബ്ജക്റ്റ് മൈക്രോബയോളജി ആണ്, ബയോടെക്നോളജി പാടില്ല എന്നൊന്നുമില്ല, അല്ലേ? അപ്പോൾ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. ബയോടെക്നോളജി പഠിക്കാനുണ്ടാവും. മൈക്രോബയോളജിയിൽ തന്നെ നമ്മുടെ കുറച്ച് കോറായിട്ട് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, അല്ലേ? അങ്ങനത്തെ ഉള്ള ഏരിയ ഉണ്ടാവും. പിന്നെ ബയോ കെമിസ്ട്രി ഉണ്ടാവും. പിന്നെ നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിനേഷനൊക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ്
ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടാവും, പിന്നെ ബയോസ്റ്റാറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് മെത്തഡോളജി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ടോപ്പിക്സ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ അല്ല, OMR എക്സാമിനേഷൻ അല്ല, നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി, ഓക്കെ, റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കുറച്ച് നാളായിട്ട് ഒരു 2020 അല്ലെങ്കിൽ 21 ആ ഒരു സമയം തൊട്ടാണ് റിട്ടൺ എക്സാമിനേഷൻ ആക്കിയേക്കുന്നത്. അപ്പോൾ 10 വർഷം മുമ്പ് നടന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി അത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് നമുക്ക് അല്ലേ. ഒബ്ജക്റ്റീവും രണ്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 മാർക്കിൻ്റെ എന്ന് പറയുന്നത് തന്നെ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പോയി, 8 മാർക്കും പോയി. മനസ്സിലായോ? അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിയില്ലെങ്കിൽ നമുക്ക് അല്ലേ 1 മാർക്കേ അവിടെ പോകുന്നുള്ളൂ, അത്രയേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ചധികം മാർക്കാണ് പോകുന്നത്. 8 മാർക്ക്, 5 മാർക്ക്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടോട്ടൽ മാർക്ക് വരുന്നത് 100 ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കണം അല്ലേ. എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഈ 8 മാർക്കിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം. നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ പോരാ, അവർ നമുക്ക് അല്ലേ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഈ 8 മാർക്കിനുള്ള കാര്യങ്ങൾ വരണം. അതിൽ കോറായിട്ടുള്ള ഏരിയ വേണം. ചിലപ്പോൾ ചില കീവേഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് പോകും. അതായത് പോയിൻ്റ് അനുസരിച്ചായിരിക്കും അവരുടെ വാല്യുവേഷൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ച് ഫില്ല് ചെയ്താൽ പോരാ, ടു ദ പോയിൻ്റ്, ആ ഒരു പോയിൻ്റ് അതിൽ വേണം. ഓക്കെ, അപ്പോൾ 3 മാർക്കിന് എഴുതുമ്പോഴത്തേക്കും നമുക്ക് എത്ര നമുക്ക് ചിലപ്പോൾ ഒരു 1, 2, 3, 4 സെൻറ്റൻസൊക്കെ അവിടെ എഴുതാൻ പറ്റുള്ളൂ. അതെല്ലാ കാര്യങ്ങളും അവിടെ വേണം. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. പഠിക്കണം, അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം. 3 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ, 8 മാർക്കിൻ്റെ. ഓക്കെ, പിന്നെ ചിലപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈപ്രോയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. 1 ഇയർ കോഴ്സാണ് സൈപ്രോയിൽ തുടങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുക എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ആയിരിക്കും. അതിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ PSC നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുമ്പോഴത്തേക്കും നിങ്ങളത് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റില്ല, ചുമ്മാ പഠിക്കാതെ പോയി എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു വലിയ എക്സാമിനേഷനാണ്. നല്ല ഒരു ഹൈ സാലറിയുള്ള നമുക്ക് അല്ലേ നമ്മളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 100 മാർക്കിൻ്റെ ആണ്, 8 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ആ രീതിയിൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്പേസിൽ നമ്മൾ എഴുതി തീർക്കണം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുക അല്ലേ, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരിക എന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കും. MSc നെറ്റ് ഉള്ളവരുണ്ടാവും, ചിലപ്പോൾ PhD ഉള്ളവരുണ്ടാവും, പോസ്റ്റ് ഡോക്ക് ഉള്ളവരുണ്ടാവും, പല കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ കാലാകാലങ്ങളായിട്ട് ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു നല്ല അവസരമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വേണം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് സൈപ്രോ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ക്ലാസ് ആരംഭിച്ചേക്കുന്നത്. നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 1 ഇയറൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. മിക്കവരും തന്നെയും വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരായിരിക്കില്ല അല്ലേ. ഇതിന് പഠിക്കാൻ പോകുന്ന മിക്കപ്പോഴും ഇപ്പോൾ MSc നെറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പൊസിഷനിലുള്ളവരായിരിക്കും, PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ MSc കഴിഞ്ഞ് നെറ്റുള്ള ഫ്രഷേഴ്സും ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ അടുത്ത ജോബിന് വേണ്ടിയിട്ട് നോക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജോബിനൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ സൈപ്രോ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി ക്ലാസ്സുകൾ തുടങ്ങിയേക്കുന്നത്. സൈപ്രോയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. നമ്മൾ ചുമ്മാ ഒരു ലേട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോ ടൈപ്പുള്ള ക്ലാസ്സസ് അല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എഴുതിയെടുക്കുന്ന ക്ലാസ്സസ് ആയിരിക്കും സൈപ്രോയിൽ. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, എങ്ങനെ നമുക്ക് എന്തൊക്കെ പോയിൻ്റ് ആയിരിക്കും
ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും എഴുതേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു മൊത്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും. ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയോ, അറിയാം. അത് എങ്ങനെ എഴുതണം അതറിയണ്ടാവില്ല, അല്ലേ? എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല എക്സാം ഹോളിൽ. അതുപോലെ തന്നെ നമുക്ക് അല്ലേ സ്പേസും ഉണ്ടാവില്ല പേപ്പറിൽ. അപ്പോൾ അതിൽ നമുക്ക് ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള സ്ട്രക്ചേർഡ് കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതി, മാക്സിമം എക്സാമിനേഷൻ എഴുതി ലൈവ് എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് സമയമില്ലാത്തവരായിരിക്കും, അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ജോബിൽ ഉള്ളവരായിരിക്കും, പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഇനി പുതിയ അല്ലേ എന്തിനെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും, വെറുതെ വീട്ടിലിരിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഒരു ദിവസം നമുക്ക് 2 ക്ലാസ്സോ 3 ക്ലാസ്സോ ഒക്കെ പഠിച്ച് അതിൻ്റെ എക്സാമിനേഷനൊക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് പ്രിപ്പയർ ആകാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ അല്ലേ 2016 അപ്പോൾ 2026 അല്ലെങ്കിൽ 2027 വരും. അപ്പോൾ വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എക്സാമിനേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കൊണ്ട് ചിലപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല. നമുക്കറിയാം പല പല മോഡ്യൂളുണ്ടാവും, ചിലപ്പോൾ 10, 12, 14 മോഡ്യൂളുണ്ടാവും. ഇതെല്ലാം നമുക്ക് തീർക്കാൻ പറ്റില്ല. മൈക്രോബയോളജി മാത്രമായിരിക്കില്ല സിലബസിൽ, ബാക്കിയുള്ള ടോപ്പിക്കുകളും കൂടി സിലബസിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ മോളിക്കുലർ ബയോളജിയോ അല്ലേ, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ, ബയോസ്റ്റാറ്റ്, പിന്നെ റിസർച്ച് മെത്തഡോളജി, പിന്നെ ചിലപ്പോൾ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നമുക്ക് റിസർച്ചായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇപ്പോൾ ബയോടെക്നോളജിയിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ സൈപ്രോ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ 9048900024 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പഠിച്ചു തുടങ്ങാം. സൈപ്രോയിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.